കോഴ്സ് ഓഫ് ഫ്രഞ്ച് റവല്യൂഷൻ, ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഗതി അഥവാ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കം മുതൽ അതിന്റെ അവസാനത്തിൽ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശിശു എന്നറിയപ്പെടുന്ന നെപ്പോളിയൻ ബോണപ്പാർട്ട് അധികാരത്തിൽ വരുന്നത് വരെയുള്ള പ്രധാനപ്പെട്ട സംഭവവികാസങ്ങൾ, ഭരണഘടനാ സംവിധാനങ്ങൾ, സ്ഥാപനങ്ങൾ എന്നിവയെക്കുറിച്ചാണ് നമ്മളിന്ന് ചർച്ച ചെയ്തത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ തുടക്കം, അതിലെ ആസന്നമായ കാരണം എന്ന് പറയുന്നത് ലൂയി 16 1789 ജനകീയ സമ്മർദ്ദത്താൽ എസ്റ്റേറ്റ് ജനറൽ വിളിച്ചുകൂട്ടാൻ നിർബന്ധിതനായതാണ്. ഈ എസ്റ്റേറ്റ് ജനറൽ എന്ന് പറയുന്നത് ഫ്രഞ്ച് സമൂഹത്തിലെ 3 എസ്റ്റേറ്റുകളും ചേർന്നതാണ്, അല്ലെങ്കിൽ അവരുടെ പ്രാതിനിധ്യ സഭയാണ്. എന്നാൽ 3 എസ്റ്റേറ്റുകളുടെ ജോയിന്റ് ആയിട്ടുള്ള സമ്മേളനം എന്ന 3-ാം എസ്റ്റേറ്റിന്റെ ആവശ്യം നിരാകരിച്ചുകൊണ്ട് ഫസ്റ്റ് എസ്റ്റേറ്റും സെക്കൻഡ് എസ്റ്റേറ്റും അഥവാ ക്ലർജിയും നൊബിലിറ്റിയും അടങ്ങുന്ന ആളുകൾ പ്രത്യേകം സമ്മേളിക്കാൻ ഒരുങ്ങിയതിലും രാജാവ് മീറ്റിംഗ് ഹാളിന്റെ കവാടം അടച്ചതിലും പ്രതിഷേധിച്ച് 3-ാം എസ്റ്റേറ്റുകാർ അഥവാ സാധാരണ ജനങ്ങൾ ഉൾക്കൊള്ളുന്ന 3-ാം എസ്റ്റേറ്റുകാർ സ്വയം ഫ്രാൻസിന്റെ ദേശീയ അസംബ്ലിയായി പ്രഖ്യാപിച്ചു. നാഷണൽ അസംബ്ലി എന്ന് സ്വയം വിശേഷിപ്പിച്ചു. അങ്ങനെ അവർ തൊട്ടടുത്തുള്ള റോയൽ ടെന്നീസ് കോർട്ടിൽ ഒരുമിച്ച് കൂടി. ഫ്രാൻസിന് ഒരു ഭരണഘടന തയ്യാറാക്കുന്നത് വരെ തങ്ങൾ പിരിഞ്ഞു പോവില്ല എന്ന് പ്രതിജ്ഞ എടുക്കുകയും ചെയ്തു. ഈ സംഭവമാണ് ചരിത്രത്തിൽ ടെന്നീസ് കോർട്ട് ഓത്ത് എന്നറിയപ്പെടുന്നത്. ഇതോടുകൂടിയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന് തുടക്കം കുറിക്കുന്നത്. രാജാവ് ഈ ജനങ്ങളെ, അല്ലെങ്കിൽ ഈ പ്രതിജ്ഞ എടുത്ത ടെന്നീസ് കോർട്ടിൽ ഒരുമിച്ച് കൂടിയ തേർഡ് എസ്റ്റേറ്റിലെ ജനങ്ങൾക്ക് അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചപ്പോൾ പ്രകോപിതരായിട്ടുള്ള ജനങ്ങൾ ഒരുമിച്ച് കൂടുകയും ബാസ്റ്റൈൽ കോട്ട എന്ന് പറയുന്നത് ഫ്രഞ്ച് രാജാധിപത്യത്തിന്റെ, ഏകാധിപത്യത്തിന്റെ ചിഹ്നമാണ്. ഈ കോട്ട ആക്രമിക്കുകയും അവിടെ തടവിലുണ്ടായിരുന്ന തടവുകാരെ മോചിപ്പിക്കുകയും ചെയ്തു. ബാസ്റ്റൈൽ കോട്ടയുടെ പതനം ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ്. അതൊരു മഹത്തായ വിപ്ലവത്തിന്റെ നാന്ദി കുറിച്ചതോടൊപ്പം തന്നെ കാലഹരണപ്പെട്ട രാഷ്ട്രീയ പ്രത്യയശാസ്ത്രത്തിന്റെ അന്ത്യത്തെയും സ്വാതന്ത്ര്യത്തിലും സമത്വത്തിലും സാഹോദര്യത്തിലും അധിഷ്ഠിതമായ ഒരു പുതുയുഗത്തിന്റെ പിറവിയെയും അടയാളപ്പെടുത്തുന്ന ഒന്നാണ്. ഈ ബാസ്റ്റൈൽ കോട്ട അല്ലെങ്കിൽ ബാസ്റ്റൈൽ ജയിലിന്റെ പതനം ജൂലൈ 14 ഇത് ഇന്നും ഫ്രാൻസിന്റെ ഒരു ദേശീയ ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ വിവിധ ഘട്ടങ്ങളെ കാണിക്കുന്ന രാഷ്ട്രീയ സ്ഥാപനങ്ങൾ പ്രധാനമായിട്ടും 4 ആണ്. അതിലൊന്ന് നാഷണൽ അസംബ്ലി, ദെൻ ലെജിസ്ലേറ്റീവ് അസംബ്ലി, നാഷണൽ കൺവെൻഷൻ ആൻഡ് ഡയറക്ടറി. ഈ നാല് ഭരണഘടന അല്ലെങ്കിൽ രാഷ്ട്രീയ അതിലൂടെയാണ് ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഗതി മുന്നോട്ട് പോകുന്നത്. ഓരോന്നിന്റെയും പ്രത്യേകതകളാണ് നമുക്ക് ഇനി ചർച്ച ചെയ്യേണ്ടത്. ആദ്യം നാഷണൽ അസംബ്ലി. ഫ്രാൻസിന് ഒരു ഭരണഘടന തയ്യാറാക്കുന്നതിന് പ്രഥമ പരിഗണന കൊടുത്തുകൊണ്ട് നാഷണൽ അസംബ്ലി വിപ്ലവാത്മകമായ പരിഷ്കാരങ്ങൾ അവതരിപ്പിച്ചു. അതിലെ പ്രധാനപ്പെട്ട പരിഷ്കാരങ്ങൾ എന്ന് പറയുന്നത്, ഒന്ന്, ഫ്യൂഡലിസവും അടിമത്തവും നിരോധിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിച്ചു. പിന്നീട് പ്രശസ്തമായിട്ടുള്ള ഡിക്ലറേഷൻ ഓഫ് റൈറ്റ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ, മനുഷ്യാവകാശ പ്രഖ്യാപനത്തിന്റെ ഫ്രാൻസിലെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയാണ് ഡിക്ലറേഷൻ ഓഫ് റൈറ്റ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ. അങ്ങനെ 1791 ഫ്രാൻസിൽ സ്വീകരിക്കപ്പെട്ട ഭരണഘടനയുടെ 17-ാം ആർട്ടിക്കിൾ പ്രകാരം ഡിക്ലറേഷൻ ഓഫ് റൈറ്റ് ഓഫ് മാൻ ആൻഡ് സിറ്റിസൺ എന്ന രേഖ സ്വീകരിക്കപ്പെട്ടു. അതോടൊപ്പം തുല്യ നികുതി എന്ന തത്വം സ്വീകരിച്ചു. അതുവരെ നികുതി അടക്കുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടിരുന്ന പുരോഹിത വിഭാഗത്തിനും പ്രഭുക്കന്മാർക്കും നികുതി ചുമത്തപ്പെട്ടു. പുതിയ ഭരണഘടന അനുസരിച്ച് ഫ്രാൻസിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊണാർക്കി അഥവാ ഭരണഘടനാനുസൃതമായ രാജാധിപത്യം സ്ഥാപിക്കപ്പെട്ടു. അധികാരം ഒരു ഏകസഭ അല്ലെങ്കിൽ ഒരു യൂണികാമറൽ കൗൺസിൽ എന്ന ലെജിസ്ലേറ്റീവ് അസംബ്ലി രൂപീകരിച്ച് അതിന്റെ നിയന്ത്രണത്തിലാക്കി. അങ്ങനെ നാഷണൽ അസംബ്ലി പാസാക്കിയ പരിഷ്കാരങ്ങൾ, ഈ പറയുന്ന പരിഷ്കാരങ്ങളെല്ലാം രാജാവ് അംഗീകരിച്ചിരുന്നു. രാജാവിന് അംഗീകരിക്കാതെ വേറെ നിവൃത്തി ഉണ്ടായിരുന്നില്ല. എങ്കിലും ജനങ്ങൾ രാജകുടുംബങ്ങളെ സംശയത്തോടെ തന്നെയാണ്, അല്ലെങ്കിൽ വിപ്ലവകാരികൾ രാജകുടുംബത്തെ സംശയത്തോടെ തന്നെയാണ് നോക്കിക്കണ്ടത്.
അങ്ങനെ നാഷണൽ അസംബ്ലി പ്രകാരം രൂപീകരിച്ച ലെജിസ്ലേറ്റീവ് അസംബ്ലി 1791 ഭരണഘടനാ പ്രകാരമാണ് സ്വീകരിക്കപ്പെട്ടത്. അത് പ്രധാനപ്പെട്ട അധികാര കേന്ദ്രമായി മാറുകയും ചെയ്തു. ഈ അസംബ്ലിയിലെ ജാക്കബിൻസും ജിറോണ്ടിസ്റ്റും ഫ്രാൻസിലെ സമൂഹത്തിലെ പ്രഗത്ഭരായിട്ടുള്ള രണ്ട് വിഭാഗമാണ്. ഇവർ മേധാവിത്വം നേടി. ഇതിനകത്ത് തന്നെ വിപ്ലവകാരികളെ രാജകൊട്ടാരം ആക്രമിക്കുകയും രാജകുടുംബങ്ങളിലെ ചിലരെയും പടയാളികളെയും ഒക്കെ രാജകൊട്ടാരത്തിന് മുന്നിൽ വെച്ച് വധിക്കുകയും ചെയ്തു. പിന്നീട് രാജാവിനെയും കുടുംബത്തെയും ബന്ധനസ്ഥനാക്കുകയും ചെയ്തു. കൂടുതൽ പരിഷ്കരണം ആഗ്രഹിച്ച ഇതിനകത്തുണ്ടായിരുന്ന അല്ലെങ്കിൽ വിപ്ലവകാരികൾക്കിടയിലെ റാഡിക്കൽസ് അവര് രാജാധിപത്യത്തിൽ നിന്ന് മാറാൻ ആഗ്രഹിക്കുകയും അങ്ങനെ നാഷണൽ കൺവെൻഷൻ എന്ന് പറയുന്ന ഒരു സംവിധാനത്തിന് രൂപം കൊടുക്കുകയും ചെയ്തു. നാഷണൽ കൺവെൻഷൻ രൂപീകരിക്കുന്നത് 1792 അത് 1795 വരെ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് പ്രകാരം രാജാധിപത്യം നിരോധിക്കപ്പെട്ടു. ഫ്രാൻസ് ഒരു റിപ്പബ്ലിക്കായി മാറി. അങ്ങനെ രാജാധിപത്യം നിരോധിച്ചതിന്റെ അടിസ്ഥാനത്തിൽ രാജാവിനെയും അഥവാ രാജാവായിട്ടുള്ള ലൂയി 16-നെയും പത്നി മേരി അന്റോണിയറ്റിനെയും വധശിക്ഷയ്ക്ക് വിധേയരാക്കി. 1793 ഇവരെ വധശിക്ഷയ്ക്ക് വിധേയരാക്കുന്നത്. ഇത് യൂറോപ്പിലെ ഭരണാധികാരികൾക്കിടയിൽ പ്രത്യേകിച്ചും ഈ രാജകുടുംബങ്ങളുടെ ബന്ധുക്കളായിട്ടുള്ള ഓസ്ട്രിയയിലെയൊക്കെ ഉണ്ടായിരുന്ന ഭരണാധികാരികൾക്കിടയിൽ വലിയ അത്ഭുതമുണ്ട്, അല്ലെങ്കിൽ അവരെ ഷോക്കിലാക്കി. അവര് ഈ റവല്യൂഷണറി ആയിട്ടുള്ള ഫ്രാൻസിനെതിരെ യുദ്ധത്തിനുള്ള സന്നാഹം ആരംഭിച്ചു. അങ്ങനെ ഫ്രഞ്ചിൽ വിപ്ലവകാരികൾക്ക് രാജ്യത്തിനകത്തു നിന്നും പുറത്തു നിന്നും വെല്ലുവിളികൾ ഉണ്ടായി. അപ്പൊ ഇത് കാരണം നാഷണൽ കൺവെൻഷൻ ഈ അപകടാവസ്ഥ അഥവാ രാജ്യത്തിനകത്തും പുറത്തുമുള്ള വെല്ലുവിളികളെ തരണം ചെയ്യുന്നതിന് വേണ്ടി ഒരു കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി രൂപീകരിച്ചു. കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റി ഇത് 12 അംഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു കമ്മിറ്റിയാണ്. ആദ്യം മിതവാദിയായ ഡാന്റൺ ആണ് ഇതിന് നേതൃത്വം നൽകിയത്. പിന്നീട് കൂടുതൽ റാഡിക്കൽ ആയിട്ടുള്ള കൂടുതൽ എക്സ്ട്രീമിസ്റ്റ് ആയിട്ടുള്ള റോബസ്പിയറിനെ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നു. ഈ കമ്മിറ്റി രാജ്യത്തിനകത്തും പുറത്തു നിന്നും ഉണ്ടായേക്കാവുന്ന വെല്ലുവിളികളെ മുന്നിൽ കണ്ടുകൊണ്ട് ശക്തമായ നടപടികൾ ആരംഭിച്ചു. സംശയമുള്ള ആരെയും പിടികൂടുകയും ട്രയൽ നടത്തി വധശിക്ഷയ്ക്ക് വിധേയനാക്കുന്ന തരത്തിലുള്ള ഒരു ഭീകര ഭരണത്തിന് അഥവാ റെയിൻ ഓഫ് ടെററിന് തുടക്കം കുറിച്ചു. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ശത്രുക്കൾ എന്ന പേരിൽ പാരീസിൽ മാത്രം 2500ഓളം പേരെ ഗില്ലറ്റിൻ എന്ന യന്ത്രം ഉപയോഗിച്ച് വധശിക്ഷയ്ക്ക് വിധേയരാക്കി. ഫ്രാൻസിന് പുറത്ത് 10,000-കണക്കിന് ആളുകളെ വധിച്ചിട്ടുണ്ട്. ഈ കമ്മിറ്റി തന്നെയാണ് അതിന് നേതൃത്വം കൊടുത്തത്. ഈ ഒരു കാലഘട്ടത്തിലെ ഭരണ സംവിധാനമാണ് റെയിൻ ഓഫ് ടെറർ എന്ന് പറയുന്നത്. അഥവാ 1793 മുതൽ 1794 വരെ ഇതിന് നേതൃത്വം കൊടുത്തത് പ്രധാനമായും മാക്സിമിയൻ റോബസ്പിയർ. അദ്ദേഹത്തിന്റെ ഒരു കാലഘട്ടമാണ്, അല്ലെങ്കിൽ അദ്ദേഹം ഈ പബ്ലിക് സേഫ്റ്റി കമ്മിറ്റിയുടെ നേതൃത്വത്തിലേക്ക് വന്നതോടുകൂടിയാണ് ഒരു ഭീകര ഭരണത്തിന്റെ കാലഘട്ടം ഉണ്ടാകുന്നത്. ഗില്ലറ്റിൻ എന്ന ഉപകരണം ഉപയോഗിച്ച് വളരെ എളുപ്പത്തിൽ ധാരാളം പേരെ തലയറുത്ത് വധിച്ചു. അതിന് ആദ്യം നേതൃത്വം നൽകിയ ഡാന്റനെയും സംശയത്തിന്റെ പേരിൽ പിടികൂടുകയും വധിക്കുകയും ചെയ്തു. അങ്ങനെ ഈ ഭീകര ഭരണത്തിന് അന്ത്യം കുറിക്കുന്നത് ഈ ഭീകര ഭരണത്തിന് നേതൃത്വം കൊടുത്ത ചുക്കാൻ പിടിച്ച റോബസ്പിയറിനെയും സംശയിക്കുകയും അദ്ദേഹത്തെ ഗില്ലറ്റിൻ ഉപയോഗിച്ച് വധശിക്ഷ നടപ്പിലാക്കുകയും ചെയ്യുന്നതോടുകൂടിയാണ് ഭീകരഭരണം അവസാനിക്കുന്നത്. അതോടൊപ്പം തന്നെ കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റിയും അവസാനിക്കുന്നത്. ഗില്ലറ്റിൻ എന്ന് പറയുന്ന ഉപകരണം ഈ കാലഘട്ടത്തിൽ യൂറോപ്പിലുടനീളം വ്യാപകമായി, പ്രധാനമായും ഫ്രാൻസിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്നു വധശിക്ഷയ്ക്ക്. വളരെ എളുപ്പത്തിൽ ആളുകളെ ഇവിടെ കൊണ്ടുപോയി പിടിച്ച് ഒരു ലിവർ താഴ്ത്തുന്നതോടുകൂടെ അവരുടെ ശിരസ് ഛേദിക്കുന്ന ഒരു യന്ത്രമാണ് ഗില്ലറ്റിൻ എന്ന് പറയുന്നത്. എന്തായാലും കമ്മിറ്റി ഓഫ് പബ്ലിക് സേഫ്റ്റിയും റെയിൻ ഓഫ് ടെററും അവസാനം കുറിച്ചു. 1794 റോബസ്പിയറിന്റെ അന്ത്യത്തോടുകൂടെ അതിന് വിരാമമായി. പിന്നീട് നാഷണൽ കൺവെൻഷൻ ഒരു പുതിയ ഭരണഘടന 1795 ഒരു റിപ്പബ്ലിക്കൻ ഭരണഘടന ഡ്രാഫ്റ്റ് ചെയ്തു. അതുപ്രകാരം ഒരു ബൈക്കാമറൽ ലെജിസ്ലേച്ചർ അഥവാ 2 സഭകളുള്ള ഒരു നിയമനിർമ്മാണ സഭ രൂപീകരിച്ചു. അതോടൊപ്പം തന്നെ 5 അംഗങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റി, 5 ഡയറക്ടർമാരുള്ള ഒരു എക്സിക്യൂട്ടീവ് കമ്മിറ്റിയും രൂപീകരിച്ചു.
ഇത് ഡയറക്ടർ എന്ന പേരിൽ അറിയപ്പെട്ടു. 1795 മുതൽ 99 വരെ ഈ ഡയറക്ടറിയാണ് ഭരണം നടത്തിയത്. എന്നാൽ ഈ ഒരു കാലഘട്ടം അഴിമതിയും സ്വജനപക്ഷപാതവും കഴിവുകേടിനും പേരുകേട്ട ഒരു കാലഘട്ടമാണ്. അങ്ങനെ ഡയറക്ടറി സ്വയം ശിഥിലമായി കൊണ്ടിരുന്നു. ഈ ഡയറക്ടറിയിലെ തന്നെ ഒരു അംഗമായിട്ടുള്ള നെപ്പോളിയൻ ബോണപ്പാർട്ട് സാവകാശം ഈ ഡയറക്ടറിയിൽ മേധാവിത്വം സ്ഥാപിക്കുകയും ഏറ്റവും അവസാനം അദ്ദേഹം തന്നെ ഡയറക്ടറി നിരോധിച്ചുകൊണ്ട് ഫ്രാൻസിന്റെ ചക്രവർത്തിയായി സ്വയം പ്രഖ്യാപിക്കുകയും ചെയ്തു. അങ്ങനെ ഫ്രാൻസിന്റെ ചക്രവർത്തിയായിട്ട് രാജാവായിട്ട് നെപ്പോളിയൻ ബോണപ്പാർട്ട് അധികാരത്തിൽ വന്നതിന്റെ ഫലമായി വീണ്ടും ഫ്രാൻസിൽ രാജാധിപത്യം പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്തു. ഇതോടുകൂടിയാണ് ഇത്ര വരെയുള്ള കാര്യങ്ങളാണ് ഫ്രഞ്ച് വിപ്ലവവുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട